യോഗാ ദിനത്തിന്റെ ഭാഗമായി NIT യോഗ ആൻഡ് ഹോളിസ്റ്റിക് വെൽനസ് സെന്ററും എരഞ്ഞിപ്പാലം കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് HSSഉം യോഗാഭ്യാസം നടത്തി. NIT ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മനസ്സും ശരീരവും ഏകോപിപ്പിക്കുന്നതാണ് യോഗയെന്ന് NIT ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ. യോഗാ ദിനത്തോടനുബന്ധിച്ച് NIT യോഗ ആൻഡ് ഹോളിസ്റ്റിക് വെൽനസ് സെന്ററിന്റെയും എരഞ്ഞിപ്പാലം കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗ എന്നാൽ യോജിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. മനസ്സും ശരീരവും ഹൃദയവും ഒന്നിപ്പിക്കുന്നതാകണം ജീവിത ലക്ഷ്യമെന്നും ഡോക്ടർ പ്രസാദ് കൃഷ്ണ പറഞ്ഞു. The definition of health by WHO, it is not just physical, not just mental, not just emotional, spiritual. So, if you want to say wellness, it is a holistic wellness. Physical, mental, social, emotional, even social and financial wellness. That alone is 360-degree wellness, friends. That is what yoga is. For again, that is the integration. There is no difference. There is a German heart or a French heart or a Brahmin heart or a white or black heart. Heart is same for all. So that is the seat of divinity. God has no religion. Religions have no God. Please understand that first. And then these 200 countries we have been introducing heartfulness absolutely free of cost. We don't charge any money. But I want to tell you, because these children have some difficulty, we have seen children from the age of 3 to 15, they can be trained by yogic practice. ഡോക്ടർ പി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ AK കസ്തൂബ സന്ദേശം നൽകി. KT ശേഖർ, ക്യാപ്റ്റൻ സെറീന നവാസ്, MA ജോൺസൺ, സിസ്റ്റർ കൊച്ചു റാണി, പ്രിൻസിപ്പൽ സിസ്റ്റർ K ആലിസ്, ലിറ്റി ജോൺ എന്നിവർ പ്രസംഗിച്ചു. പ്രൊഫസർ വർഗീസ് മാത്യു യോഗ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അറിവ് നേടുക എന്നതിലുമുപരി നല്ല മനുഷ്യനെ വാർത്തെടുക്കുന്നതാകണം വായനയെന്ന്